എന്റെ 16 ലക്ഷം പോയി. എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അനുമോൾ ടൈറ്റിൽ വിന്നറായി മാറി. പക്ഷേ കിരീടധാരണത്തിന് ശേഷം അനുമോൾ ചെയ്ത ഈയൊരു കാര്യം അത് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച ആ വൈകാരിക നിമിഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റേജിൽ ലാലേട്ടൻ വിജയിയായി അനുമോളിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആ വേദി ആവേശത്തിരയിലായി. ഏറ്റവും ശക്തരായ മത്സരാർത്ഥിയായി അനുമോൾ കിരീടമേറ്റുവാങ്ങി. ഈ യാത്രയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രേക്ഷകരുടെ സ്നേഹവുമോർത്ത് അനുമോൾ വികാരാധീനയായി. എന്നാൽ ട്രോഫി കയ്യിൽ കിട്ടിയതിനു ശേഷം അനുമോൾ പറഞ്ഞ വാക്കുകളാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സ്തംഭിപ്പിച്ചത്. ഈ കിരീടം നേടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ സത്യം തുറന്നു പറഞ്ഞാൽ എന്റെ മനസ്സ് പറയുന്നത് ഈ സീസണിൽ എന്നേക്കാൾ ഈ ട്രോഫിക്ക് അർഹൻ മറ്റൊരാളാണെന്നാണ്. ഞാനിവിടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെങ്കിൽ അയാൾ ജയിച്ചത് കളി കൊണ്ടാണ്. തൊട്ടു പിന്നാലെ ആ അവിശ്വസനീയമായ രംഗമരങ്ങേറി. കയ്യിലിരുന്ന തിളക്കമുള്ള ടൈറ്റിൽ ട്രോഫി ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിന് നേരെ അനുമോൾ നീട്ടി. എന്നിട്ട് അനുമോൾ പറഞ്ഞു, ഞാനടക്കം പലരും കിരീടം പ്രതീക്ഷിച്ചത് ചേട്ടനായിരിക്കുമെന്നായിരുന്നു. വോട്ടിംഗ് കണക്കുകൾ എന്റെ കൂടെ നിന്നുവെങ്കിലും ഈ ട്രോഫിയുടെ യഥാർത്ഥ ഉടമ അനീഷേട്ടൻ തന്നെയാണ്. ഈ അപ്രതീക്ഷിത സ്നേഹപ്രകടനത്തിൽ അനീഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അനുമോൾ തുടർന്നു, എനിക്കെന്താണ് പറയേണ്ടതെന്നറിയില്ല, നിങ്ങളാണ് വിജയി. പക്ഷേ നിങ്ങൾ കാണിച്ച ഈ വലിയ മനസ്സ് ഈ കിരീടത്തേക്കാൾ 100 ഇരട്ടി വലുതാണ്. ഈ സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നും അനുമോൾ തുറന്നു പറഞ്ഞു. ബിഗ് ബോസ് ചരിത്രത്തിൽ മറ്റൊരിക്കലും സംഭവിക്കാത്ത സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി ഈ നിമിഷം മാറി. ടൈറ്റിൽ വിന്നർ പട്ടം അനുമോളിന് ലഭിച്ചുവെങ്കിലും ട്രോഫി അനീഷിന് നൽകിക്കൊണ്ട് അനുമോൾ തെളിയിച്ചത് യഥാർത്ഥ വിജയം കിരീടത്തിലല്ല, ഒരാളുടെ മനസ്സിലാണ് എന്നത്. ഈ സീസൺ അവസാനിക്കുമ്പോൾ അനുമോളും അനീഷും തമ്മിലുള്ള ഈ ആദരവ് കാരണം ഇരുവരും പ്രേക്ഷകരുടെ മനസ്സിൽ യഥാർത്ഥ വിജയികളായി മാറി. ഈ അപ്രതീക്ഷിത സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? അനുമോൾ ചെയ്തത് ശരിയാണോ? അനീഷ് കിരീടത്തിന് അർഹനായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.